അഗ്രികൾച്ചർ ലൈഫിന്റെ പുതിയ വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. കമുകൻ കൃഷി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ആദ്യകാലത്ത് നല്ല രീതിയിൽ കൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒത്തിരിയേറെ കുറഞ്ഞു വന്ന ആൾക്കാർ ഇപ്പോഴൊക്കെ കുറേയൊക്കെ റീപ്ലാന്റ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അന്നേരം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സംശയം ഏത് ഇനമാണ് ചൂസ് ചെയ്യേണ്ടത്, കൃഷി ചെയ്യുന്ന ടൈമിൽ ചെയ്യേണ്ടത്. അന്നേരം അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷന് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു ഇനവും ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ നാട്ടി കമുകാണ്, ഫുള്ളായിട്ട് നട്ടിരിക്കുന്ന നാട്ടിയാണ്. അതിൻ്റെ അടയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പോലെ കുറച്ച് വലിപ്പം ഉണ്ടാകില്ല, അതിനെക്കാട്ടിലൊക്കെ ചെറിയ കായായിരിക്കും. പക്ഷേ ഇതിൻ്റെ വിലയാണ് മറ്റ് നമ്മുടെ നാട്ടിലെ ഇനങ്ങളുടെ വ്യത്യാസപ്പെടുത്തുക. നമ്മുടെ നാടിലുണ്ട്, മംഗലാപുരമുണ്ട്, കാസർഗോഡിനുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് നാട്ടി അടയ്ക്ക വരുന്നത്. ഇതിൻ്റെ വലിപ്പം കുറവാണെങ്കിൽ കിലോയ്ക്ക് നല്ല വിലയാണ് വരുന്നത്. മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റമാണ് ഈ വരുന്നത്. നമ്മളിപ്പോൾ കേരളത്തിൽ വരുന്നതിൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ഉള്ളിൽ ഉണങ്ങിക്കഴിഞ്ഞാലും ബ്ലാക്ക് കളറൊക്കെ കാണും. ഇത് പ്യുവർ വൈറ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളിൽ നിൽക്കുന്നത്, ഒരു തരത്തിലുള്ള കേടും ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ മാർക്കറ്റിൽ നമ്മുടെ നാട്ടിലേക്ക് ഈ നാട്ടി അടയ്ക്കകത്ത് മിക്സ് ആക്കിയിട്ടാണ് വിൽപ്പന നടക്കുന്നത്. അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഉള്ളത് തേർഡ് ക്വാളിറ്റിയാണ്. നാട്ടി അടയ്ക്കയാണ് പുറത്തോട്ടുള്ള മാർക്കറ്റിൽ ഫസ്റ്റ് ക്വാളിറ്റി വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പല വേർതിരിച്ചിട്ടുണ്ടാകുന്ന വെട്ട്, ചൂര്, അതുപോലെ തന്നെ കളിയടയ്ക്ക, അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റിയിൽ വില നിൽക്കുന്നത് ഈ നാട്ടിയടയ്ക്കൊക്കെയാണ്. അതിനെ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നാട്ടിൽ കൃഷി ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയിൽ ഏകദേശം ഒരു 400 രൂപ റേഞ്ചിൽ ഒരു കിലോയ്ക്ക് ഇത് പൊളിച്ചിട്ട് വരുന്ന അടയ്ക്കൊക്കെ ഉണ്ട്. അന്നേരം നമുക്ക് നിങ്ങൾ കമ്പയർ ചെയ്യുക നാട്ടിലെ അടയ്ക്ക ഇതുമായിട്ടുള്ള വ്യത്യാസം എത്രത്തോളം വരുന്നുണ്ട്. കൊട്ടടയ്ക്കലോട്ട് എത്തുകയാണെങ്കിലും ആ ഒരു റേഞ്ചിൽ തന്നെ എത്തുന്നുണ്ട്. ഏറ്റവും ടോപ്പ് മാർക്കറ്റ് ഇതിന് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ 200 രൂപ പച്ചക്കുള്ള ടൈമിൽ ഈ ഫസ്റ്റ് ക്വാളിറ്റി അടയ്ക്ക വരുന്നത് 400 രൂപ ആ റേഞ്ചിലോട്ട് നാട്ടിയടയ്ക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രോഗപ്രതിരോധ ശേഷിയും മഞ്ഞളിപ്പിന് ഒരു പരിധി വരെയൊക്കെ പിടിച്ചു നിർത്താനും ഈ കമുകൾക്ക് കഴിയുന്നുണ്ട്. അത് ഇനി നമുക്ക് നാട്ടിൽ ഈ ഒരു സാധനം കൂടുതലായിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത് ഫസ്റ്റ് ക്വാളിറ്റി സാധനത്തിലോട്ട് തന്നെ നമുക്ക് നമ്മുടെ അടയ്ക്കാനൊക്കെ എത്തിക്കാനായിട്ട് സാധിക്കും. അന്നേരം ഇനി പുതുതായിട്ട് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഇനം ചൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നല്ലപോലെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഈ നാട്ടി അടയ്ക്കനെ കുറിച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിൻ്റെ മാർക്കറ്റ് എത്രത്തോളം ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഗൂഗിളിൽ തന്നെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കർണാടക മാർക്കറ്റ് ആണെങ്കിലും ശരി, രാജസ്ഥാൻ മാർക്കറ്റ് ആണെങ്കിലും ശരി, നാട്ടി അടയ്ക്കാൻ്റെ മാർക്കറ്റ് എത്രത്തോളം ഉണ്ട് ആ കറണ്ട് ടൈമിൽ നിങ്ങൾ നോക്കുന്ന ടൈമിൽ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വില കാണാനായിട്ട് സാധിക്കും. അന്നേരം ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ ഫസ്റ്റ് ക്വാളിറ്റി അടയ്ക്ക കൃഷി ചെയ്യാനായിട്ട് നാട്ടി അടയ്ക്ക കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി അടയ്ക്ക വരികയും ചെയ്യും, നമുക്ക് നല്ല മാർക്കറ്റ് ലഭിക്കുകയും ചെയ്യും. അതിൽ ഇനി പുതിയതായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു ഇനം സെലക്ട് ചെയ്യണമെന്ന് എൻ്റെ ഒരു സജഷനാണ്. കാരണം നിങ്ങൾക്ക് ഇനി നാട്ടിലിത് കിളുക്കുവോ അല്ലെങ്കിൽ ഇത് അവിടെ ഇത്രയേറെ ക്ലിയർ ആകുമെന്ന് നോക്കേണ്ട. ഇപ്പോൾ നമ്മൾ കർണാടകയിലെ തോട്ടത്തിലാണ് നിൽക്കുന്നത്. ബട്ട് നമ്മുടെ നാട്ടിൽ ഈ സാധനം ചെറിയ രീതിയിൽ ഇപ്പോൾ കൃഷി തുടങ്ങിയിട്ടുണ്ട്. വയനാട്ടിൽ കുറേ രീതി ആൾക്കാർ നാട്ടിലടക്കം കൃഷി ചെയ്യുന്നുണ്ട്. അന്നേരം നമ്മുടെ നാട്ടിൽ ഇത് പിടിക്കുന്നതിനോ അല്ലെങ്കിൽ വളർച്ചയ്ക്കോ കായ് തരുന്ന ഇതിനൊന്നും ഒരു വ്യത്യാസം കാണിക്കുന്നില്ല. കാലാവസ്ഥയാണെങ്കിൽ നമ്മുടെ ഇവിടെ ആയിട്ട് ഇപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. കാരണം കാലാവസ്ഥ നമുക്ക് അനുകൂലമായിരിക്കും, മണ്ണും അനുകൂലം തന്നെയായിരിക്കും. അന്നേരം ഇനി ആൾക്കാർ കമുകൻ കൃഷി തുടങ്ങുന്ന ആൾക്കാർ ഈ ഒരു ഇനത്തെക്കുറിച്ച് കൂടി അന്വേഷിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇതും കൂടി കൃഷി ചെയ്യണം എന്നുള്ളൊരു കാര്യം എൻ്റെ ഭാഗത്തുനിന്ന് പറയുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും.